കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടേറുമ്പോൾ വടക്കാഞ്ചേരിക്ക് ഇത്തവണ അഭിമാനിക്കാൻ വകയേറെയാണ്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്ക് പുറമെ ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി ആകെ 5 വടക്കാഞ്ചേരി സ്വദേശികളാണ് ഇത്തവണ ജനവിധി തേടുന്നത്. ഇതിൽ ആരൊക്കെ സഭയിലെത്തുമെന്ന ആകാംക്ഷയിലാണ് വോട്ടർമാർ. വടക്കാഞ്ചേരിയുടെ മണ്ണിൽ നിന്ന് നിയമസഭയിലേക്ക് 5 പേരാണ് ഇത്തവണ മത്സരിക്കുന്നത്. കുന്നംകുളം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന AC മൊയ്തീൻ ഇതിൽ പ്രമുഖനാണ്. തെക്കുംകര പഞ്ചായത്തിലെ കല്ലമ്പാറ സ്വദേശിയായ അദ്ദേഹം 2016 വടക്കാഞ്ചേരിക്ക് ഒരു മന്ത്രിപദം നൽകിയ വ്യക്തി കൂടിയാണ്. പാലക്കാട് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മണ്ണിത്തറ സ്വദേശിയായ ശോഭാ സുരേന്ദ്രനാണ്. 7ാം തവണ സഭ ലക്ഷ്യമിട്ട് ഇറങ്ങുന്ന ശോഭാ സുരേന്ദ്രന്റെ പോരാട്ടം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. വടക്കാഞ്ചേരി മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റിലപ്പള്ളി കുമരനെല്ലൂർ നിവാസിയാണ്. കഴിഞ്ഞ തവണ അനിൽ അക്കരയെ പരാജയപ്പെടുത്തിയ അദ്ദേഹം 2ാം ജയം ലക്ഷ്യമിട്ടാണ് ഇത്തവണയും ഇറങ്ങുന്നത്. യുവ നേതാവ് വൈശാഖ് നാരായണസ്വാമിയാണ് വടക്കാഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥി. കന്നി അംഗത്തിനിറങ്ങുന്ന വൈശാഖിന് വേണ്ടി രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം AICC വക്താവ് തന്നെ നിരീക്ഷണത്തിനുണ്ട്. വടക്കാഞ്ചേരി സ്വദേശിയായ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവാണ് ഇവിടെ NDA സ്ഥാനാർത്ഥി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന അദ്ദേഹം BJPക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നു. ഈ 5 പേരിൽ ആരൊക്കെ നിയമസഭ കാണുമെന്ന് അറിയുവാനുള്ള ആകാംക്ഷയിലാണ് ജനങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് മുന്നോടിയായുള്ള നിശബ്ദ പ്രചാരണം വള്ളത്തോൾ നഗർ പഞ്ചായത്തിൽ സജീവമാണ്. പരസ്യ പ്രചാരണം അവസാനിച്ചതോടെ സ്ഥാനാർത്ഥികൾക്കായി വോട്ടഭ്യർത്ഥിച്ച് വീടുകൾ കയറുകയാണ് മുന്നണി പ്രവർത്തകർ. വോട്ടിംഗ് യന്ത്രത്തിന്റെ മാതൃകയുമായി എത്തി എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് വോട്ടർമാരെ നേരിൽ കണ്ട് വിശദീകരിക്കുന്ന രീതിയാണ് ഇത്തവണ പലയിടങ്ങളിലും കണ്ടത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിശബ്ദ പ്രചാരണം പുരോഗമിച്ചു. LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ വിജയത്തിനായി പാർട്ടി ചിഹ്നവും ഫോട്ടോകളും പതിപ്പിച്ച വസ്ത്രങ്ങളും കുടകളും ധരിച്ചാണ് പ്രവർത്തകർ വീടുകളിലെത്തിയത്. വോട്ടിംഗ് യന്ത്രത്തിന്റെ കൃത്യമായ മാതൃക കാണിച്ച് വോട്ട് ചെയ്യേണ്ട രീതി സ്ത്രീകൾക്കും പ്രായമായവർക്കും പ്രവർത്തകർ വിശദീകരിച്ചു നൽകി. ഇത്തവണ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് CPIM നേതാവ് ശശീന്ദ്രൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എല്ലാ വീടുകളിലും കയറിയിട്ടുണ്ട്. എല്ലാവരോടും ഞങ്ങൾ വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ ആളുകളും വലിയ ആവേശത്തോടു കൂടിയാണ് ഞങ്ങളെ സ്വീകരിച്ചിട്ടുള്ളത്. പ്രദീപ് വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭൂരിപക്ഷം, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിക്കൊണ്ട് ഇവിടുന്ന് വിജയിപ്പിക്കാനുള്ള നല്ല ഇടപെടൽ ഇടതുപക്ഷ മുന്നണി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ എന്തായാലും പ്രദീപ് വിജയിക്കുമെന്ന് ഉറപ്പാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് NDAയും പ്രചാരണം നടത്തുന്നത്. വോട്ടിംഗ് മെഷീൻ മാതൃകയുമായി വീടുകളിലെത്തുന്ന വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ BJPയുടെ വിജയത്തിനായി വോട്ടഭ്യർത്ഥിക്കുന്നു.
മണ്ഡലത്തിൽ ഇത്തവണ മാറ്റമുണ്ടാകുമെന്നും BJP വിജയിക്കുമെന്നാണ് NDA പ്രവർത്തകരുടെ അവകാശവാദം. ഞങ്ങൾ NDA സ്ഥാനാർത്ഥി ബാലേട്ടന് വോട്ട് ചോദിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഞങ്ങൾ ബാലേട്ടന് ഒരു അവസരം കൊടുക്കുക. ഞങ്ങൾ മാറി മാറി വരിക്കണ എല്ലാവർക്കും ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ഇത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാലേട്ടന് വോട്ട് ചെയ്തിട്ട് ബാലേട്ടനെ വിജയിപ്പിക്കുക. അപ്പോൾ എന്താണ് നമ്മുടെ പുരോഗതി എന്താണ് എന്നുള്ളതൊന്ന് അറിയാനായിട്ടാണ്. അപ്പോൾ ബാലേട്ടന് വേണ്ടി വോട്ട് ചെയ്യുക. എല്ലാവരും ബാലേട്ടന് വോട്ട് ചോദിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് ഇതൊരു അവസരമാണ്. അപ്പോൾ ബാലേട്ടന് വോട്ട് ചെയ്യുക. വീടുകളിൽ നേരിട്ടെത്തി വോട്ടർമാരെ കാണുന്നതോടെ നിശബ്ദ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകൾ ആവേശത്തിലായിരിക്കുകയാണ്. You are watching VCV News.